എന്താ സാറേ? ഞങ്ങളുടെ കസ്റ്റഡിയിലുള്ളത് നിങ്ങളുടെ മകൻ ഷാനു തന്നെയാണെന്ന് ഉറപ്പല്ലേ? അതെ. അപ്പോ തെളിവുകളൊന്നുമില്ലാതെ നിങ്ങൾ അതെങ്ങനെ ഉറപ്പിച്ചു? അക്രം വലാലി ശുക്ര. ഒരു പെറ്റ തള്ളക്ക് സ്വന്തം മോനെ തിരിച്ചറിയേ എന്തിനാ സാറേ തെളിവ്? ദുനിയാവിൽ ആർക്ക് തെറ്റിയാലും സ്വന്തം ഉമ്മാക്ക് തെറ്റൂല സാറേ. ഓള് പറയുന്നത് ഓളെ ഷാനുവാണ്. അല്ലെന്ന് സ്ഥാപിക്കാൻ നിങ്ങളെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ. ഉണ്ടല്ലോ, അതും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹൈക്കോടതി ഓർഡർ ചെയ്ത്. അതിന് ഹൈക്കോടതിക്ക് എങ്ങനെ അറിയാം ഓൻ ആരാന്ന്? അല്ല, ഈ പറഞ്ഞ കോടതി മുമ്പ് അവനെ കണ്ടിട്ടുണ്ടോ? കോടതി കണ്ടിട്ടില്ല, പക്ഷെ അധികം വൈകാതെ കാണും. കോടതി മാത്രമല്ല, ഈ ലോകം മുഴുവൻ ഷാനുവിന്റെ കുഴിമാടം പൊളിച്ച് പരിശോധിക്കാനുള്ള ഉത്തരവായത്. അത് പൊളിച്ചിട്ട് നിങ്ങൾ തെളിവെടുത്ത തന്നെ. നിങ്ങൾ ഈ നാട്ടിലും നല്ല സാറേ ജീവിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പള്ളിപ്പറമ്പ് കയറി കബർ പൊളിക്കേ ഉച്ചരുള്ള ഏതെങ്കിലും ആൺകുട്ടികൾ ഇന്നാട്ടിലുണ്ട്? അങ്ങനെ തൻ്റെയുള്ള ഒരുത്തെ ഇനി ജനിച്ച് വന്നാൽ ഓൻ്റെ മയ്യത്ത് നമ്മളാ കബറ് തന്നെ കുഴിച്ചു മൂടും. പരലോക ജീവിതത്തിൻ്റെ ഒന്നാമത്തെ ഭവനം പടച്ച തമ്പുരാൻ വിശാലമാക്കിയ കബറിടം പൊളിച്ച് പരേതാത്മാവിനെ കളങ്കപ്പെടുത്താൻ ആരാ വരുന്നതെന്ന് നമ്മളൊന്ന് കാണട്ടെ. ഇല്ല, ആരും വരുന്നില്ല. ആരും വരാതിരിക്കണമെങ്കിൽ മരിച്ചത് ആരാണെന്ന് നിങ്ങൾ എന്നോട് പറയണം. പറഞ്ഞില്ലേ അതാരാണെന്ന് ഞമ്മക്ക് അറിഞ്ഞൂടാ. അങ്ങനെ നിങ്ങൾ പറഞ്ഞതുകൊണ്ടായില്ല. ആ ബോഡിയുടെ മുഴുവൻ ഫോട്ടോസും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഞാൻ വിശദമായിട്ട് പരിശോധിച്ചു. മരിച്ചത് ഷാനു ആണോ എന്നതിന് യാതൊരു സംശയവുമില്ല. അല്ല, ആർക്ക് സംശയമില്ല? സംശയമുള്ളതുകൊണ്ടാണല്ലോ ഞങ്ങളേതായ അന്വേഷണം നടത്തിയത്, യഥാർത്ഥ ഷാനുവിനെ കണ്ടുപിടിച്ചേ. ഈ വന്നത് യഥാർത്ഥ ഷാനു ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞ വിശാലമായ ഖബർസ്ഥാനിൽ കിടക്കുന്ന ഷാനു ആരാണെന്നും അവനെ കൊന്നതാരാണെന്നും എന്തിനാണെന്നും നിങ്ങൾ ഉത്തരം പറഞ്ഞു പറ്റൂ. എത്ര തവണ പറഞ്ഞതാ? അവന്റെ മുഖച്ചായുള്ള ഒരു ശവം കണ്ടപ്പോ ആള് മാറി അടക്കിയതാണെന്ന്. അപ്പൊ പിന്നെ ഹൈറേഞ്ചിലെ പള്ളിപ്പറമ്പിൽ ഉറങ്ങുന്ന സെബാൻ ആരാ? അവന് ഡ്യൂപ്ലിക്കേറ്റ് ആണോ? അത് പള്ളിപ്പറമ്പ് പോയി അന്വേഷിച്ചാലല്ലേ അറിയാൻ പറ്റൂ. മരിച്ച ഷാനു ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ മരിച്ച സെബാനും ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുമല്ലോ. സാറങ്ങനെ കടങ്കഥയൊന്നും പറഞ്ഞ് കളിക്കാതെ. എന്റെ മകൻ ഷാനു മരിച്ചിട്ടില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാ. എങ്കിൽ പിന്നെ മരിച്ചവനെ കൊന്നത് നിങ്ങളുടെ മകൻ ഷാനു ആണെന്ന് എനിക്ക് ഉറപ്പാ. കാരണം മരിച്ചവൻ ബാംഗ്ലൂർ നഗരത്തെ കിടുകിട വറപ്പിച്ച അധോലോക നായകൻ ഷമീർ അല്ലേ? കൊന്നത് ഫാത്തിമ ബീഗത്തിന്റെ മകൻ കടപ്പുറത്തിന്റെ രാജകുമാരൻ ഷാനു സുലൈമാനും. എന്താ അതല്ലേ സത്യം? ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ ഷാനു ഇനി ഒരിക്കലും പുറലോകം കാണില്ല. ഞാൻ വിചാരിച്ച നിഷ്പ്രയാസം അവനൊരു കൊലക്കയറോ ഇരട്ട ജീവപര്യന്തമോ വാങ്ങിക്കൊടുക്കാൻ കഴിയും. ഞാനത് ചെയ്യും, ഉറപ്പ്. പണി പാളിയല്ലോ ഫാത്തിമ. പൂജ, ഞാൻ നിന്നോട് എന്താ പറയേണ്ടത്? ഞാൻ എന്നെ വല്ലാതെ ഭയക്കുന്നു. ഞാനും നിന്നെ വല്ലാതെ ഭയക്കുന്നു ആദി. നീ മോഹിക്കുന്നത് ഷാനുവിനെ ആണെങ്കിൽ ഞാൻ നിന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കില്ലേ അത്? എൻ്റെ മോഹങ്ങളൊക്കെ എന്നെ കൊഴിഞ്ഞു പോയാതെ ഇപ്പോൾ എനിക്ക് എന്നെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത മാനസികാവസ്ഥയില്ല. നിന്റെ പ്രതീക്ഷ വെറുതെ ആയിപ്പോയല്ലോ പൂജ. നിന്നെ വെറുക്കാൻ ഈ ജന്മം എനിക്ക് കഴിയില്ല.
പൂജ, എന്താടോ? ഞാൻ ഒരു കാര്യം പറഞ്ഞ താൻ അനുസരിക്കോ? എന്താ? താനിങ്ങനെ നീറുന്നത് കണ്ടിരിക്കാൻ എനിക്കാവില്ല. തനിക്ക് വേണമെങ്കിൽ ഷാനുവിൻ്റെ ഒപ്പം പോവാം. ഞാൻ തടയില്ല. താൻ തടഞ്ഞാലും പോണെന്ന് എനിക്ക് തോന്നി ഞാൻ പോവും. പിന്നെന്തിനാ വൈകുന്നത്? എന്താടോ, എന്നെ പറഞ്ഞോടാൻ തനിക്ക് തിരക്കായോ? എനിക്ക് വേണ്ടി ആരും ഇങ്ങനെ സഹിക്കുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് വേണ്ടിയോ ആരും സഹിക്കുന്ന എനിക്കിഷ്ടമല്ല. എന്നിട്ടും തന്നെ ഇത്രയും കാലം ഞാൻ സഹിച്ചില്ല. ഇനി കുറച്ചു ദിവസം താനും എന്നെ സഹിക്കേ. എങ്കിലും അച്ചായ, എനിക്കെൻ്റെ കണ്ണുകളെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചത്തവൻ തിരിച്ചു വന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇതിപ്പോ കണ്ണുകൊണ്ട് കണ്ടപ്പോ. അപ്പൊ അച്ചായൻ എന്നമാരെ കൊന്നു എന്നൊക്കെ പറഞ്ഞത്? അധികം പറയടോ, വല്ലവരും കേട്ടാ തീർന്നു. ഓ പിന്നെ ഇവിടെ ഇപ്പൊ ആരും ഒന്ന് കേൾക്കാനാ? നമ്മളും പിന്നെ ചുറ്റും കുറെ അനാഥ പ്രേതങ്ങളും. ചുമ്മാ ആളെ പറഞ്ഞ് പേടിപ്പിക്കുന്നതാടോ. അല്ല, ശരിക്കും നമുക്ക് ചുറ്റും എന്താ അച്ഛാ നടന്നുകൊണ്ടിരിക്കുന്നത്? എനിക്കറിയാൻ മേല. അതെന്നെ അറിയാൻ മേലാത്തെ. അല്ല, അപ്പൊ ശരിക്കും അച്ഛനമ്മമാരെ കൊന്നില്ലായിരുന്നോ? ഞാൻ കൊന്നു തന്നോട് ആര് പറഞ്ഞു? പിന്നെ? കൊന്നില്ലെന്നേ, ഞാൻ കൊട്ടേഷൻ കൊടുത്തതേ ഉള്ളൂ. മതിയല്ലോ.